ഹായ് ഫ്രണ്ട്സ്, ഡിപ്ലോമ ഇൻ സെക്രട്ടറി പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ PSCയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് കുറച്ച് വീഡിയോ ചെയ്യുമെന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് PSCയുടെ സൈറ്റിൽ കയറി വൺ ടൈം രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് യൂസർ ഐഡിയും പാസ്വേഡും ക്യാപ്ച കോഡും അടിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ മൊബൈലിലേക്കോ അല്ലെങ്കിൽ ഇമെയിലിലേക്കോ ഒരു OTP വരും. OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റീസെൻ്റായിട്ട് നമുക്ക് കുറച്ച് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഏതെങ്കിലും ആപ്റ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ വെക്കാവുന്നതാണ്. ദെൻ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യാം, ആപ്ലിക്കേഷൻ അഡ്മിഷൻ ടിക്കറ്റ് ചെക്ക് ചെയ്യാം, അനൗൺസ്മെൻറ്റ് ചെക്ക് ചെയ്യാം, കൺഫർമേഷൻ ഫോർ എക്സാം, നമ്മുടെ റിസൾട്ട്സ് ചെക്ക് ചെയ്യാം. അങ്ങനെ ഒരുപാട് അവൈലബിലിറ്റീസ് ഇപ്പോൾ PSCയുടെ സൈറ്റിലുണ്ട്. ഇപ്പോൾ എന്നല്ല, നേരത്തെ ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒന്ന് നോക്കാം. ഇപ്പോൾ 2 LD ക്ലർക്ക് വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇതിൽ ഒന്ന് വന്നത് ഞാൻ എലിജിബിൾ ആണോ എന്ന് നോക്കി, ഇൻഎലിജിബിൾ ആണ് കാണിച്ചത്. അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് കുറച്ച് വേക്കൻസീസ് വന്നിട്ടുണ്ട്. LD ടൈപ്പിസ്റ്റ് 2 വന്നിട്ടുണ്ട്, 2 റിക്രൂട്ട്മെൻറ്റിലായിട്ട്. ഇതിൽ നമ്മൾ എലിജിബിലിറ്റി നോക്കുക. ഇൻഎലിജിബിൾ ആണെങ്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് KGT ആണ് ആപ്ലിക്കേഷൻ വേണ്ടത്. ആപ്ലിക്കേഷന് ക്വാളിഫിക്കേഷനായിട്ട് KGT ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ സെക്രട്ടറി പ്രാക്ടീസ് ആയതുകൊണ്ട് അത് ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷനാണ്. സോ അതുകൊണ്ട് അതിൻ്റെ താഴെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്നുള്ള ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഞാനിവിടെ ഓൾറെഡി ഡിപ്ലോമ ഇൻ സെക്രട്ടറി പ്രാക്ടീസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ക്വാളിഫിക്കേഷൻ ലിസ്റ്റിൽ. അത് നമുക്കിവിടെ കാണാവുന്നതാണ്. SSLC ആഡ് ചെയ്തിട്ടുണ്ട്, 12th ആഡ് ചെയ്തിട്ടുണ്ട്, ഡിഗ്രി ആഡ് ചെയ്തിട്ടുണ്ട്, ഡിപ്ലോമ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. സോ അത് ഒരു പ്രാവശ്യം ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രൊഫൈലിലേക്ക് കയറിയിട്ട് കറക്ഷനുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്, അതിൽ വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇത് ഡിപ്ലോമ ഇൻ സെക്രട്ടറി പ്രാക്ടീസ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കേണ്ടത് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ സെക്രട്ടറി പ്രാക്ടീസ് ജനറൽ ആണ്, കൺസേൺ അതോറിറ്റി ആണ്, റെഗുലർ ആണ്. നമ്മുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക, റിസൾട്ട് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്യാം. പിന്നെ പാസിംഗ് ഇയർ ഏതാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിയുമ്പോൾ അവർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയും, അപ്പോൾ ചെയ്താലും മതി. നമുക്ക് 2 രീതിയിലായിട്ട് നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഒന്ന് ഈ രീതിയാണ്, നമ്മുടെ ഏതെങ്കിലും ഒരു റിക്രൂട്ട്മെൻറ്റ് പോസ്റ്റ് എടുത്തിട്ട് അതിൻ്റെ താഴെ ഇൻഎലിജിബിൾ ആയിട്ട് വന്നു കഴിഞ്ഞാൽ താഴെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ലിങ്ക് ഉണ്ടാകും, അതിലേക്ക് ഡയറക്റ്റ് പോകാം. അല്ലെങ്കിൽ മൈ പ്രൊഫൈലിൽ കയറുക, ആഡ് ഓ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യാം. അതിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാകും, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എല്ലാ ഡീറ്റെയിൽസും താഴെ ഉണ്ടാകും. നമുക്ക് ഏതാണോ ആഡ് ചെയ്യേണ്ടത്, എഡിറ്റ് ചെയ്യേണ്ടത്, അത് ഓപ്ഷൻ അതിൽ അവൈലബിൾ ആയിരിക്കും. സോ ഇതിൽ ആഡ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്വാളിഫിക്കേഷൻ ലെവലിൽ ഡിപ്ലോമ കൊടുക്കുക, ഡിപ്ലോമ പോസ്റ്റ് ഡിപ്ലോമ കൊടുക്കുക. ദെൻ ക്വാളിഫിക്കേഷനിൽ ഡിപ്ലോമ ഇൻ സെക്രട്ടറി പ്രാക്ടീസ് ആണ്. ഷോർട്ട് ഹാൻഡ് ടൈപ്പ് റൈറ്റിംഗ് എല്ലാം ഉണ്ടാകും. അതല്ലാതെ ഡിപ്ലോമ ഇൻ സെക്രട്ടറി പ്രാക്ടീസ് എക്സ്ട്രാ വേറെ ഒന്നായിട്ടുണ്ട്, അത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്ത് നോക്കാൻ ഇച്ചിരി ഈസി ആയിരിക്കാം. ഡിപ്ലോമ ഇൻ സെക്രട്ടറി പ്രാക്ടീസ് കൊടുത്തു, സബ്ജക്റ്റ് ജനറൽ ആണ്, അതോറിറ്റി കൺസേൺ അതോറിറ്റിയാണ്, സ്ട്രീം ഞാൻ റെഗുലർ ആയിരുന്നു, അതിന് റെഗുലർ കൊടുത്തു. നിങ്ങൾ ഏത് സ്ട്രീമാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക.
ദെൻ റിസൾട്ട് നിങ്ങൾക്ക് ഏത് ക്ലാസ് ആണോ അത് കൊടുക്കുക. ദെൻ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആക്സസ് കോഡ് എൻ്റർ ചെയ്യുക, സേവ് ചെയ്യുക. ഗ്രേഡ് വേണമെങ്കിൽ എൻ്റർ ചെയ്യാം, പെർസെൻറ്റേജ് ഓഫ് മാർക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ എൻ്റർ ചെയ്യാം. നിങ്ങളുടെ പാസ് ഔട്ട് ഇയർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഓൾറെഡി കൊടുത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും എൻ്റർ ചെയ്യാതിരുന്നത്. നിങ്ങൾ ആപ്ലിക്കേഷൻ വയ്ക്കുമ്പോൾ അത് കൊടുക്കുക. ഇനി നമുക്ക് കറക്ഷൻ ചെയ്യണമെങ്കിൽ നോക്കാം. ഇതിൽ ചൂസ് ആൻ ഓപ്ഷൻ ഉണ്ട്. അതിൽ കറക്ഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ആണ് ഈ കിടക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കറക്ഷൻ ചെയ്യണമെങ്കിൽ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതിൽ കറക്ഷൻ ചെയ്യാം. പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് കറക്ഷൻ ചെയ്യണമെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് കറക്ഷൻ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ലിസ്റ്റുകളാണ് ഈ കണ്ടിരുന്നത്. അതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു പെൻസിൽ പോലത്തെ സിമ്പലിലാണ് വന്നിരിക്കുന്നത്, ഒരു ഗ്രീൻ കളറിൽ. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ സൈറ്റിലേക്ക് പോയി നമുക്കത് എഡിറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഞാനിപ്പോൾ LD ടൈപ്പിസ്റ്റ് 2 റിക്രൂട്ട്മെൻറ്റ് നമ്പറിലും അപ്ലൈ ചെയ്തു. നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യാൻ നേരത്ത് KGT ഇക്വലൻസി ആണ് ചോദിക്കുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബ്ലൂ ബട്ടണിൽ ബോക്സ് ഉണ്ടാകും. ഇക്വലൻ ടു KGT എന്നുള്ള ബ്ലൂ ബട്ടൺ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് കൊടുത്താൽ മതി ക്വാളിഫിക്കേഷൻ്റെ അവിടെ. സോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി എല്ലാവർക്കും നോട്ടിഫിക്കേഷൻസ് ചെക്ക് ചെയ്തിട്ട് ഏതെല്ലാം പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ വെക്കാൻ പറ്റുമോ അതെല്ലാം ആപ്ലിക്കേഷൻ വെക്കുക. ഓക്കെ, താങ്ക് യു.